എന്തോ ഇതൊക്കെ നീ പഠിക്കുന്നു. പഠിക്കാനൊന്നുമില്ലേ? പഠിച്ചിരുന്നു. 24 മണിക്കൂർ ഇത് തന്നെ. ഒരു ചായ ആയിട്ട് നേരം കുറെ ആയി. എന്തെന്ന് സങ്കടപ്പെടാൻ? അവളെ കെട്ടിയാൻ വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാ? ഇല്ലല്ലോ. സങ്കടമൊക്കെ എനിക്കുണ്ട് ഒരുപാട്. ഓ ഇതെന്തോ പച്ചവെള്ളം ഇവിടെ ഗ്യാസ് ഇല്ലേ എടി? ഡാഡി എനിക്കിപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ, അതിൽ കുറച്ച് കൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്, അത് വാങ്ങിച്ചു. ഓ അമ്മ ഡാഡി അതിന്റെ അതിന്റെ ഭൂതക്കണ്ണാടി ഉണ്ട്. ഡാഡി എത്ര വാങ്ങിച്ചാ ഡാഡി? ഞാൻ ആഗ്രഹിച്ചു ഇൻസ്ട്രുമെന്റ് ബോക്സ്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എല്ലാവർക്കും ഉണ്ട് ഡാഡി. ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മനുഷ്യനുണ്ട്, ആവശ്യത്തിനാവാം. പക്ഷെ അത് അമിതമായോണ്ടല്ലോ അത്യാഗ്രഹമായിട്ട് മാറും മോളെ. ഇപ്പൊ വാങ്ങിച്ചോ? എടി നിനക്ക് ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടോ? അതിന്റെ ഭൂതക്കണ്ണാടി ഇല്ല. ഞാൻ ഒരെണ്ണം ഉണ്ടല്ലോ, അതിന് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത്യാഗ്രഹം പാടില്ല മോളെ. വലുതായ വലിയ ആൾക്കാരായാലും കുട്ടികളായാലും ആവശ്യത്തിനൊക്കെ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കണം എല്ലാം അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കണ്ട. ചിലതൊക്കെ നടക്കും, അത് നടന്ന ഭാഗ്യം. വേണ്ട ഞാൻ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുകയല്ല. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആളുകൾ വേറെ ഉണ്ട് ഇവിടെ. അല്ലേ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പിന്നാലെ അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ആരും ആഹാരവും കഴിക്കണ്ട. എനിക്കൊന്നും വേണ്ട. ഞാൻ നിന്നോടല്ല പറഞ്ഞേ. അല്ലെ എനിക്ക് വേണ്ട ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം സാധിച്ചെന്നാ വളർന്ന വലിയ ആളുകളാണെങ്കിലും ഒന്നും ബോധമില്ലാന്നുള്ളത്. എൻ്റെ ആഗ്രഹം എന്താ അറിയാമോ? കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കുമോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹങ്ങൾ അടക്കി വെച്ച് ജീവിക്കണം. ഈ ലോകത്തുള്ള എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, അഹങ്കാരികളായി മാറും മനുഷ്യൻ. നീ അങ്ങോട്ട് എഴുതുക. ഞാൻ പറയണത് ഞാനല്ലേ പറയണത്, നീ അത് എഴുതിക്കോ. കേൾക്കേണ്ടവരത് കേൾക്കും, മനസ്സിലാക്കിക്കോളും. എവിടെ മനസ്സിലാവാൻ? ഹലോ, ഓ ക്ലീറ്റസ് ഞാൻ തന്നെ. കെവിൻ ബേക്കറി എവിടെ? പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള അതെ. ഓ അത് ശരി, സംഭവം ഞാൻ ശരിയാക്കി തരാമെന്ന് ഞാനല്ലേ പറയണേ. നിങ്ങൾ ആ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ചേ. ഞാൻ ശരിയാക്കി തരാം. പക്ഷെ അതിന് എനിക്ക് നിങ്ങൾ പകരം ചെറിയൊരു സഹായം ചെയ്യേണ്ടി വരും. പൈസയല്ല, വേറൊരു സാധനം ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ എനിക്ക് എത്തിച്ചു തരണം. മാഷെ പൈസയല്ല, ഒരു പിസ്സ. അതായത് ഈ ദോശ പോലെ വട്ടത്തിലിരിക്കുന്ന ആ സാധനത്തിൻ്റെ മുകളിൽ പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ ഇട്ടിട്ട് ഇറച്ചിയൊക്കെ അതിൻ്റെ മുകളിൽ തൂകിയിട്ടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത് തന്നെ അതിലുള്ള ഒരു പിസ്സ നിങ്ങളുടെ കടയിൽ ഉള്ളതിൽ ഏറ്റവും വലുതും ഏറ്റവും രുചിയുള്ളതും ഏറ്റവും വില കൂടിയതായിട്ടുള്ള ഒരെണ്ണം തന്നെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. Alien versus Alien.